എന്താടാ ഹോൺ ഞെക്കി പൊട്ടിക്കണത്? അതല്ലേ ഒന്ന് വിളിച്ച ക്ലീറ്റ് പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായി കേസിന്റെ കാര്യം എങ്ങനെയായി? എന്തായി? വല്ല തീരുമാനമായോ? തീരുമാനമായി. തീരുമാനമായി. തീരുമാനമായോ? എന്ത് തീരുമാനം? എന്ത് തീരുമാനമാവണ്ടേ? അവരെതിരെ നടപടി വല്ലതും ആയെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല നടപടിയൊക്കെ പിന്നെ നിങ്ങൾ തീരുമാനമാക്കാന്ന് പറഞ്ഞാൽ കോംപ്രമൈസിന് എന്തായാലും ഞങ്ങളില്ല. കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇല്ല. അപ്പുകുട്ട സാർ പ്രത്യേകം പറഞ്ഞു ഒരു കോംപ്രമൈസും വേണ്ടെന്ന്. എന്താണ് നടന്നത് സത്യത്തിൽ? സ്റ്റേഷനിൽ ഞങ്ങളൊരു പരാതി എഴുതി തന്നിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നടന്നതെന്ന്. ഇനി പോരെങ്കിൽ ഏമാനും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. വെറുതെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അണിയെന്ന നടരാജനെ ഒരു കാര്യവും ഇല്ലാതെ സാബു എന്ന KPP-യുടെ പ്രവർത്തകൻ അകാരണമായി മർദ്ദിച്ച് അവശനാക്കി മൃഗീയമായി തല്ലിച്ചതച്ചു. ഇപ്പൊ ആശുപത്രിയിലാണ്, സീരിയസ് ആണ്. എന്നാൽ ഇങ്ങനെയല്ല സംഭവിച്ചത്. ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. പിന്നെ എങ്ങനെ സംഭവിച്ചത്? തെളിവുണ്ട്. തെളിവാ? എന്താ തെളിവ്? ഈ സംഭവം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്താ തെളിവ്? ഒരു മനുഷ്യനും ഇല്ലായിരുന്നു, പക്ഷെ ക്യാമറ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാനും സാബും കൂടെ അവിടെ പോയിരുന്നു. സാബുനോട് കൊണ്ടുപോകണമല്ലോ തെളിവെടുപ്പിന്. അവിടെ ചെല്ലുമ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് CCTV ഇരിപ്പുണ്ടായിരുന്നു. അത് കയറി നോക്കുമ്പോഴല്ലേ ഈ പറഞ്ഞ ഒന്നുമല്ല നടന്നിരിക്കുന്നത്. വെറുതെ പോകുന്ന സാബുവിന്റെ ബെക്കിട്ട് കയറുക നടരായ ആരാലും പിടിച്ച് തള്ളിയിടൂലേ? എന്നിട്ട് അയാളുടെ പാട്ടിന് പോയി. പിന്നെ ഉടനെ ചെളിവാരി തേക്കുന്നു, ആശുപത്രി പറഞ്ഞു വിടുന്നു. എടാ കള്ളം ചെയ്യുമ്പോഴേക്കും സാമാന്യ ബോധം വേണോടാ, ഒരല്പ ബുദ്ധി വേണം. അതുമില്ല. സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് സാധനം. പിന്നെ അളിയനായതുകൊണ്ട് ഞാൻ വന്നൊരു പറയാൻ പാടില്ലെങ്കിൽ വന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തൂടെ? അത് ചെയ്യാം, അത് പറ്റും. നേരെ സാബുവിൻ്റെ അടുത്ത് പോയിട്ട് കാല് പിടിച്ച് മാപ്പ് പറയണം, ഇനി ആവർത്തിക്കില്ല. അതല്ലാതെ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ തന്നെ തയ്യാറല്ല. കള്ളം ചെയ്യാൻ പോലും അറിയില്ല, അങ്ങനെ നടക്കുക. വെള്ളം എടുത്തിട്ട് തരട്ടെ? എന്തുവാണ് ചേട്ടാ, എന്തൊരു നാറ്റ കേസൊക്കെയാണ്. മുഖം ചളിക്ക് നിന്നിട്ട് എന്താ കാര്യം? ഉടുപ്പ് മാറ്റിയിട്ട് പോയി കാലേ വീഴ്. നടരാജ, അതെ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. നീ അവിടെ നിന്ന് എങ്ങനെയും ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെയും കാര്യങ്ങൾ കൈവിട്ട് പോയി. നിയമം പറഞ്ഞ പ്രകാരം ഞാൻ ആശുപത്രി പോയി ചീട്ടെടുത്ത് അഡ്മിറ്റായി. എന്താ അസുഖം ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ ഗ്യാസ് ആണെന്ന് കള്ളം പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് 4 ഇഞ്ചക്ഷൻ തന്നു. 2 തുടയിലും 2 ചന്തിയിലും. എടാ ഗുളിക മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഗുളിക തീരുമല്ല എന്ന് ഡോക്ടർ ഇഞ്ചക്ഷനിൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ അവിടെ നിൽക്കണം. നീ എങ്ങനെയും അവിടെ ഇങ്ങോട്ട് വരാൻ നോക്കും. ആരെങ്കിലും വന്നാലേ ഇവിടെ നിന്ന് വിടുകയുള്ളൂ. അതുകൊണ്ട് എന്നെ അവർ പിടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ വരാം.